السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه الفائزين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاستقم كما أمرت ومن تاب معك ولا تتعوا إنه بما تعملون بصير. ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا تنصرون. وأقم الصلاة طرفي النهار وظلف من الليل إن الحسنة يذهبن السيئة ذلك ذكرى للذاكرين. فاصبر فإن الله لا يضيع أجر المحسنين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിമുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയോട് ഒരുമിച്ച് കൂടിയത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തായി ലഭിച്ച അല്ലാഹുവിൻ്റെ കലാമാകുന്ന ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. സൂറത്തുൽ ഹൂദിൻ്റെ 112 മുതൽ 115 വരെയുള്ള സൂക്തങ്ങളിൽ നമുക്കത് വ്യക്തമായി കാണാം. മനുഷ്യൻ്റെ ജീവിത ശൈലി എങ്ങനെയായിരിക്കണം, അവൻ എങ്ങനെ ജീവിക്കണം, അവൻ ഏതൊരു രീതിയിൽ ആളോട് പെരുമാറണം, ഏതൊരു വ്യക്തിയോട് എങ്ങനെയുള്ള വ്യക്തിയോട് അവൻ സഹവസിക്കണം എന്ന്, എങ്ങനെ ഏത് രൂപത്തിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, فاستقم كما أمرت ومن تاب معك ولا تتعوا إنه بما تعملون بصير. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നേർവഴിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഈ വചനങ്ങളിലൂടെ അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അവിടുത്തെ ഉമ്മത്തായ നമ്മോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇസ്തിഖാമത്തുള്ളവരായി ജീവിക്കാനാണ്. എന്താണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്? നേർവഴിയിൽ ഉറച്ചു നിൽക്കുക. ഏതാണ് നേർവഴി? അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കാണിച്ചു തന്ന മാർഗമാണ്. ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളൊരു വിഷയത്തിലും ഒരു കാര്യത്തിലും നിങ്ങൾ അതിരുവിട്ട് പ്രവർത്തിക്കരുത്. സന്തോഷം വന്നാലും നിങ്ങൾ അതിരുവിടരുതേ, ദുഃഖം വന്നാലും നിങ്ങൾ അതിരുവിടരുതേ. ഏതൊരു സാഹചര്യം വരികയാണെങ്കിലും അവിടെയൊന്നും നിങ്ങൾ അതിരുവിട്ട് പ്രവർത്തിക്കരുതെന്ന് അല്ലാഹു പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു കാണുന്നുണ്ട് പൊന്നുമോനെ, അല്ലാഹു കാണുന്നുണ്ടെന്ന് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിലൂടെ പറയുകയാണ്, ഫസ്തഖിം കമാ ഉമിർത എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമതായി തരുന്ന സന്ദേശമാണ്, വലാ തർക്കനൂ ഇലല്ലദീന ളലമൂ ഫതമസ്സകുമുന്നാർ. നിങ്ങൾ അക്രമികളായി, അക്രമം ചെയ്യുന്നവരായി നിങ്ങളൊരു ചാഴ്വും കാണിക്കരുത്. അക്രമം ചെയ്യുന്നവരോട് നിങ്ങൾ സഹവർത്തിക്കരുത്. അങ്ങനെ നിങ്ങൾ അക്രമം ചെയ്യുന്നവരോട് സഹവർത്തിച്ചാൽ ഫതമസ്സകുമുന്നാർ,
നിങ്ങളെ തീ സ്പർശിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു തുടരുകയാണ്, വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ. അല്ലാഹു അല്ലാതെ മറ്റൊരു സഹായിയും നിങ്ങൾക്കില്ല. മറ്റൊരു ബിംബത്തോട് നിങ്ങൾ ആരാധിച്ചിട്ട് കാര്യമില്ല, മറ്റൊരു ദൈവത്തോട് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇലാഹായ അല്ലാഹുവിനോട് ദുആ ചെയ്താലേ അത് സ്വീകാര്യമാകൂ എന്ന് പറയുകയാണ്. അല്ലാഹു മൂന്നാമതായിട്ട് പറയുന്നു, വഅഖിമിസ്സലാത തുറഫൈന്നഹാർ വളുൽഫും മിനൽ ലൈൽ ഇന്നൽ ഹസനത യുദ്ഹിബുനസ്സയ്യിഅ ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. അല്ലാഹു പറയുകയാണ്, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു പറയുകയാണ്, ഖിമിസ്സലാ, നിങ്ങളുടെ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കണേ. നിങ്ങളുടെ നിസ്കാരം നിർവഹിക്കണേ എന്നല്ല, നിങ്ങളുടെ നിസ്കാരം മുറപ്രകാരം അതിൻ്റെ സമയത്ത് ഏത് സമയത്താണെന്നോ അത് പറയുന്നു. അല്ലാഹു തന്നെ പറയുകയാണ്, തറഫൈൻ നഹാറ വദുൽഫും മിനൽ ലൈൽ. തറഫൈൻ നഹാറ വദുൽഫും മിനൽ ലൈൽ. പകലിന്റെ രണ്ട് ധ്രുവങ്ങളിലുള്ള നിസ്കാരം. അതേതെല്ലാമാണ് പകലിന്റെ ധ്രുവങ്ങളിലുള്ള നിസ്കാരം? രണ്ടറ്റങ്ങളിലുള്ള നിസ്കാരം. അത് സുബഹിയും ളുഹറും അസ്റുമാണ്. രണ്ടാമതായി പറയുന്നത് വദുൽഫും മിനൽ ലൈൽ, രാത്രിയുടെ യാമങ്ങളിലുള്ള നിസ്കാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ നിസ്കാരം ഏതാണ്? അത് മഗ്രിബും ഇശാഉമാണ്. അല്ലാഹു തുടർന്ന് പറയുകയാണ്, ഇന്നൽ ഹസനത യുദ്ഹിബുനസ്സയ്യിആ. അല്ലാഹു എത്ര മനോഹരമായിട്ടാണ് അത് പറഞ്ഞത്. ഇന്നൽ ഹസനത യുദ്ഹിബുനസ്സയ്യിആ, തീർച്ചയായും നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുക തന്നെ ചെയ്യും. തീർച്ചയായും നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. അല്ലാഹു നമ്മുടെ തിന്മകളെല്ലാം അല്ലാഹു മായ്ച്ചു കളയുമാറാകട്ടെ. നിസ്കാരം മുറപ്രകാരം നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. ഇത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് അല്ലാഹു പറയുന്നു. ശേഷം പറയുന്നു, ഫസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. വിശ്വാസിയുടെ ഏറ്റവും വലിയ ഗുണമായിട്ട് അല്ലാഹു പറയുന്നത് ക്ഷമയാണ്. ക്ഷമ കൈക്കൊള്ളുന്നവരായി നാം ജീവിക്കണം, സൽക്കർമ്മം. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. സൽക്കർമ്മം ചെയ്യുന്നവരുടെ പ്രതിഫലം അല്ലാഹു ഒരിക്കലും പാഴാക്കുകയില്ല. ചുരുക്കത്തിൽ ഈ ആഴത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, നേർവഴിയിൽ നാം ഉറച്ചു നിൽക്കുകയും അതിരു കവിയാതിരിക്കുകയും, ഏതൊരു വിഷയം വന്നാലും അതിര് കവിയാതിരിക്കുകയും, അക്രമോത്സുതരായ ആളുകളോട് സഹവർത്തിക്കാതിരിക്കുകയും, അതുപോലെ തന്നെ കൃത്യമായ നിസ്കാരങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും ചെയ്യുകയും, അതുപോലെ ക്ഷമ പാലിക്കുകയും വേണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.